നമ്മൾക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും സാധിക്കും. നമ്മളുടെ ജീവിതം വിജയിക്കണം എന്നുള്ളത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ്. നമ്മൾ ജീവിതത്തിൽ വിജയിക്കാതിരിക്കാനായിട്ടാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഇന്ന് നമ്മളത് തിരുത്തി എഴുതാൻ പോവാം. താങ്കൾ ആദ്യമായിട്ടാണ് എന്നെ കാണുന്നതെങ്കിൽ എൻ്റെ പേര് ജിൻഡു. ഞാനൊരു മൈൻഡ് പവർ ട്രെയിനറാണ്, വെൽനസ് കോച്ചാണ്, ഹിപ്നോട്ടിക് കൗൺസിലറാണ്. ഓക്കെ, നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് സന്തോഷവും സമാധാനവും സമ്പൽ സമൃദ്ധിയും ആരോഗ്യവും നിറഞ്ഞ ഒരു ലൈഫ് സ്റ്റൈൽ ജീവിക്കാനാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. എന്നാൽ അങ്ങനെ ഒരു ലൈഫിലല്ല നമ്മൾ ജീവിക്കുന്നതെങ്കിൽ അതിനുള്ള ഒരേ ഒരു ഉത്തരവാദി എന്ന് പറയുന്നത് വേറെ ആരുമല്ല, നമ്മുടെ മനസ്സാണ്. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ മനസ്സിലേക്കൊന്ന് നോക്കിക്കേ. ഇപ്പൊ നമ്മുടെ മനസ്സിലൂടെ പോകുന്ന മെജോറിറ്റിയും ചിന്തകൾ എത്തരത്തിലുള്ളതാണ്? നെഗറ്റീവ് തോട്ട്സ് അല്ലെങ്കിൽ വേസ്റ്റ് തോട്ടുകളാണ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ മനസ്സിലൂടെ ഇപ്പൊ പോകുന്നത് കുടുംബത്തെക്കുറിച്ചുള്ള പ്രശ്നമായിരിക്കും, അല്ലെങ്കിൽ ദാമ്പത്യ പ്രശ്നമായിരിക്കും, അല്ലെങ്കിൽ സാമ്പത്തികത്തെക്കുറിച്ചുള്ള പ്രശ്നങ്ങളായിരിക്കും. അതുപോലെ തന്നെ ജോലിയെക്കുറിച്ചുള്ള ഭയമായിരിക്കും. ഈ ജോലി പോയി എനിക്ക് വേറെ ജോലി കിട്ടുമോ? ഇനി ഞാൻ ആഗ്രഹിച്ച ജോലിയിലേക്ക് എനിക്ക് എത്തിപ്പെടാൻ പറ്റുമോ? ഞാൻ ആഗ്രഹിച്ച ഒരു കോഴ്സ് എനിക്ക് എടുക്കാൻ പറ്റുമോ? ഞാൻ ആഗ്രഹിച്ച മാർക്കിൽ എനിക്ക് ഈ കോഴ്സിൽ പാസ്സാവാൻ പറ്റുമോ? ഞാൻ ആഗ്രഹിച്ച വ്യക്തി എനിക്ക് സ്വന്തമാക്കാൻ പറ്റുമോ? ഇത്തരത്തിലുള്ള നിരവധി സംശയങ്ങളും പേടിയും ഭയവും നിറഞ്ഞതാണ് ഇപ്പൊ നമ്മുടെ മനസ്സ്. മറ്റുള്ളവരോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല, വാശി, വൈരാഗ്യം, അല്ലേ? ഇത്തരത്തിലുള്ള നെഗറ്റീവ് തോട്ടുകൾ കൊണ്ടല്ലേ നമ്മൾ നടക്കുന്നത്. ഇത്തരത്തിലുള്ള മനസ്സുള്ള നമുക്ക് എങ്ങനെ ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുമെന്നാ പറയുന്നത്? നമുക്ക് ഒരിക്കലും ജീവിതത്തിൽ വിജയം നേടാൻ സാധിക്കില്ല. ഇത്തരത്തിലുള്ള മനസ്സുമായി നടക്കുന്ന നമുക്ക് ഒരിക്കലും ജീവിതത്തിൽ വിജയം നേടാൻ സാധിക്കില്ല. അതിന് നമുക്ക് എന്താണ് വേണ്ടത്? നെഗറ്റീവ് സ്റ്റേറ്റിൽ നിൽക്കുന്ന മൈൻഡിനെ നമ്മൾ എന്ത് ചെയ്യണം? പോസിറ്റീവ് സ്റ്റേറ്റിലേക്ക് ട്രാൻസ്ഫോം ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? നെഗറ്റീവ് നിൽക്കുന്ന മനസ്സിനെ നമ്മൾ എന്ത് ചെയ്യണം? പോസിറ്റീവ് സ്റ്റേറ്റിലേക്ക് ട്രാൻസ്ഫോം ചെയ്യണം. നമുക്ക് നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാനോ ചേഞ്ച് ചെയ്യാനോ സാധിക്കില്ല. നമുക്ക് നമ്മുടെ മനസ്സിനെ ഒരു കൊച്ചു കുഞ്ഞിനോട് എന്നതുപോലൊക്കെ എന്ത് ചെയ്യാൻ സാധിക്കും? ബുദ്ധിപൂർവം നമുക്ക് വഴി തിരിച്ചു വിട്ടുകൊണ്ട് നമുക്ക് നമ്മുടെ മൈൻഡ് സാധിക്കും. അതിനെന്ത് വേണം? ഓരോ വ്യക്തിയുടെയും മനസ്സിനെ കുറിച്ച് മനസ്സിലാക്കി പ്രോപ്പർ ആയിട്ടുള്ള ഇന്നർ വർക്ക് നൽകിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമ്മുടെ മനസ്സിനെ നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലേക്ക് എത്തിക്കാൻ സാധിക്കും. ഓരോ വ്യക്തികളുടെയും മനസ്സിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ വീട്ടിൽ 5 പേരുണ്ടെന്ന് വിചാരിക്കുക. ഈ 5 പേർക്കും ഒരു ആധാർ കാർഡ് ആണോ? ഒരു കാർഡിനകത്ത് 5 പേരെ ഫോട്ടോ വെച്ചാണോ നമുക്ക് തരുന്നത്? അല്ല. കാരണം എന്താ? 5 പേരും യുണീക്കാണ്. ഇപ്പൊ ഫിസിക്കലി അത്രയും വ്യത്യാസമുള്ള നമുക്ക് മെന്റലി എന്തുമാത്രം വ്യത്യാസം ഉണ്ടാവും? ചിന്തിക്കുക. അതുകൊണ്ട് ഓരോ വ്യക്തിയുടെ മനസ്സിന്റെ പ്രവർത്തനം വ്യത്യസ്തമായ രീതിയിലാണ്. വ്യത്യസ്തമായ രീതിയിൽ പ്രവർത്തിക്കുന്ന മനസ്സിനെ നമ്മൾ മനസ്സിലാക്കി ആ മനസ്സിന് വേണ്ട ഇന്നർ വർക്ക് നൽകി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമ്മുടെ മനസ്സിനെ പോസിറ്റീവിലേക്ക് എത്തിക്കാൻ സാധിക്കും. അങ്ങനെ പോസിറ്റീവിൽ വരുന്ന മനസ്സിലേക്ക് നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നേടിയെടുക്കാൻ സാധിക്കും. അങ്ങനെ നമുക്ക് നമ്മുടെ ജീവിതം വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മനസ്സിനെ കുറിച്ച് മനസ്സിലാക്കുക. മനസ്സിപ്പോൾ ഏത് സ്റ്റേറ്റിലാണ് പോകുന്നത് നോക്കുക. ആ നെഗറ്റീവിലാണെങ്കിൽ നെഗറ്റീവിൽ പോകുന്ന മനസ്സിനെ നമ്മൾ എന്ത് ചെയ്യുക? പോസിറ്റീവിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുക. അതിന് ഇന്നർ വർക്ക് കൂടിയേ തീരും. മനസ്സിലാവുന്നുണ്ടോ? അന്നേരം ചിന്തിക്കുക. നമ്മുടെ ജീവിതത്തിന്റെ രക്ഷകനും ശിക്ഷകനും നമ്മൾ തന്നെയാണ്. താങ്ക് യു.